പ്രിയ കൂട്ടുകാരെ, നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനായിട്ടാണ് ഇപ്പോൾ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇന്നത്തെ ന്യൂസിൽ നമ്മൾ കണ്ടു, ചോരക്കുഞ്ഞിനെ സ്വന്തം അമ്മ പ്രസവിച്ച ഉടനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞു. ഏഹ്, എന്താ ഈ ലോകത്ത് നടക്കുന്നതെന്ന് വരെ നമുക്ക് ആലോചിക്കാനേ വയ്യ. ഒരു കൂട്ടം മനുഷ്യരാണെങ്കിൽ ഒരു കുഞ്ഞിനെ കിട്ടാതെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാതെ, ഏഹ്, ഈ എന്താ പറയുക, നമ്മുടെ ജീവിതം മൊത്തം കാണിക്കുകയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടം ചിലരുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ വെറുതെ പ്രസവിച്ച് കുട്ടികളെ വലിച്ചെറിഞ്ഞ് കളയുക, കൊല്ലുക, എറിഞ്ഞ് കളയുക. ഒത്തിരി ന്യൂസുകളായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കേട്ടോ. ലജ്ജ തോന്നുവാണ്. ഈ ലേറ്റസ്റ്റ് ന്യൂസാണ് നമ്മൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രസവിച്ച ഉടനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു അല്ലേ. ആ ഒരു ശല്യത്തെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു ഒരു അമ്മ, സ്വന്തം അമ്മ. ആ അവളെയൊക്കെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കറിയില്ല. കാരണം അവളെ അമ്മയുടെ ഗണത്തിൽ കൂട്ടാൻ പറ്റില്ല. ഇവളൊക്കെ ഇനിയും ഇതുപോലെ എത്ര 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 തെറ്റുകൾ ചെയ്യുമെന്ന് ആര് കണ്ടു. ഇവളെയൊക്കെ ഉടനെ തന്നെ ജയിലിൽ അടയ്ക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ആ ഒരു കുഞ്ഞിനെ ഇനി ഇവളെ കാണിക്കുക പോലും ചെയ്യരുത്. ഭാഗ്യവശാൽ ദൈവകൃപയാൽ ആ കുട്ടി സുഖമായിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു ന്യൂസാണ് അറിയാൻ കഴിഞ്ഞത്. അവളെ കാണിക്കരുത്, ഇനി കുഞ്ഞിനെ കാണിക്കരുത് അവളെ എന്നെനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്തരമൊരു തെറ്റ് മറയ്ക്കാനായിട്ട് അവൾ കണ്ടുപിടിച്ച ഒരു വഴി വളരെ ലജ്ജാകരമാണ്. നീയൊക്കെ എങ്ങനെ കൊല്ലാൻ നോക്കിയാലും ആ ഒരു കുഞ്ഞിന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളൊരു ആയുസ്സ് ദൈവം കൊടുത്തിട്ടുണ്ടടി. അങ്ങനെ തന്നെ പറയാൻ പറ്റൂ. കാരണം ആ കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കാതെയാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ കണ്ണിൽ പെടുകയും ആ കുഞ്ഞിൻ്റെ കൊച്ചു കരച്ചിൽ കേൾക്കുകയും അങ്ങനെ ഉടനെ തന്നെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു എൻ്റെ ദൈവത്തെ ഓർത്ത് മക്കളെ, നിങ്ങൾക്ക് കുട്ടികളെ വേണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടികളില്ലാത്തവർക്ക് കൊടുക്കൂ, ദാനം ചെയ്യൂ. നിങ്ങൾ അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിമുറ്റത്തോ അമ്പലനടയിലോ കൊണ്ടുവയ്ക്കൂ. എന്തിനാ ഇങ്ങനെ കുഞ്ഞുമക്കളെ കൊല്ലുന്നു? അത് നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ മനസ്സിന് നീറുന്നൊരു അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ്. തെറ്റിലേക്ക് പോവാതിരിക്കൂ. പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കൂ. അതായത് 19 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഈ ഒരു ഗതി വന്നിരിക്കുന്നത്. സ്വന്തം വീട്ടുകാർ അറിഞ്ഞിട്ടില്ല കുട്ടി പൂർണ്ണ ഗർഭിണിയാണെന്ന്. ഈ ന്യൂസിലൂടെ ആയിരിക്കും അവർ ഒരു പക്ഷേ മാതാപിതാക്കൾ ഇതറിഞ്ഞിട്ടുണ്ടാവാം. ആ കുഞ്ഞിൻ്റെ മുഖം നോക്കൂ, എങ്ങനെ തോന്നുന്നു അല്ലേ ഈ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ എറിഞ്ഞ് കളയാനായിട്ട്. നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, പ്രതികരിക്കാതിരിക്കാൻ വയ്യ. ഇനി ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ, എൻ്റെ ഈ ഒരു വീഡിയോ അതിന് ഒരു വഴി തെളിക്കുകയാണെങ്കിൽ അതിൽ പരം ഒരു സന്തോഷവും അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എനിക്കില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് മറ്റുള്ളവരോട് സംസാരിക്കുക. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കുക. ഇങ്ങനെയുള്ള മഹാപാപങ്ങൾ ചെയ്യാതിരിക്കുക. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ